അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഫ്ലക്സിന്റെ വലിപ്പം നോക്കിയിട്ടല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അത് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ചേ നടക്കും. അതെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും തീരുമാനം വരട്ടെ. എന്ത് തീരുമാനം എടുത്താലും ഞാൻ അംഗീകരിക്കും. അല്ല, ഞാൻ പറഞ്ഞ തീരുമാനം വന്നിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ ചോദ്യം കേട്ടാൽ എന്തോ എം പിമാര് തീരുമാനം എടുത്തു എന്നുള്ള രീതിയിലാണ്. തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഹൈക്കമാൻഡിന് ഒരു ഓപ്പൺ മൈൻഡാണുള്ളത്. തീരുമാനം വരട്ടെ. ഒരു ഇഷ്യൂ ഇപ്പൊ ഇല്ല. ഞാൻ പറഞ്ഞു, നിലവിൽ ഒരു ഇഷ്യൂ ഇല്ല. എങ്ങനെ? ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഫൈനൽ ഡിസിഷൻ വന്നതിന് ശേഷം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളോട് പറയാം. അപ്പം ഞാൻ ഉദ്ദേശിച്ച ആളല്ല വന്നതെങ്കിൽ പോലും ഞാൻ ആരെ പിന്തുണച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. പക്ഷേ ഇപ്പോഴത് പറയേണ്ട നേരമായിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ തീരുമാനം വന്നില്ലല്ലോ, പിന്നെ ഇത് എം പിമാരായി എന്നുള്ള മട്ടിൽ എന്തിനാ ചോദിക്കുന്നത്? തീരുമാനം വരട്ടെ. തീരുമാനം വന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഇത് ജനാധിപത്യ പ്രക്രിയയാണ്. 1 മണിക്കൂർ കൊണ്ടും 2 മണിക്കൂർ കൊണ്ടും തീരുമാനിക്കേണ്ട കാര്യമല്ല. MLA-മാർ 63 കോൺഗ്രസ് MLA-മാരുണ്ട്. അവരുടെ അഭിപ്രായം അറിയണം. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുമായിട്ടും ചർച്ച ചെയ്യണം. ഇന്നലെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ചർച്ചയൊക്കെ കഴിഞ്ഞു. MLA-മാരുടെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഫ്ലക്സിന്റെ വലിപ്പം നോക്കിയിട്ടല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അത് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ചേ നടക്കും. അതെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും തീരുമാനം വരട്ടെ.